Qatar Airways QR4782 ഓപ്പറേറ്റഡ് ബൈ ഇൻഡിഗോ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൻ്റെയാണ്. പക്ഷേങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇൻഡിഗോയാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫുൾ നിയന്ത്രണം ഇൻഡിഗോയാണ് ചെയ്യുന്നത്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നോക്കുന്ന സമയത്ത് ഇൻഡിഗോയുടെയും ടിക്കറ്റ് കാണാം, ഖത്തർ എയർവേസിൻ്റെയും ടിക്കറ്റ് കാണാം. ഇൻഡിഗോയ്ക്ക് 23,897 രൂപയ്ക്കും ഖത്തർ എയർവേസിനാണെങ്കിൽ 25,342 രൂപ. ഇത് രണ്ടും ഒരു ഫ്ലൈറ്റ് തന്നെയാണ്. നിങ്ങൾ ഏത് ടിക്കറ്റ് എടുത്താലും നിങ്ങൾ കയറുന്ന ഫ്ലൈറ്റ് സെയിം ആയിരിക്കും. ഇവിടെ ആകെ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നിങ്ങളെ ഇൻഡിഗോയുടെ ടിക്കറ്റാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല, പച്ചവെള്ളം മാത്രം കിട്ടും. ആ സമയത്ത് ഖത്തർ എയർവേസിൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കിട്ടും. അതൊക്കെ അവർ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ഇൻഡിഗോയുടെ ടിക്കറ്റാണ് എടുത്തത്, നമുക്ക് ഫുഡൊന്നും കിട്ടിയില്ല. ഏതൊരു ഫ്ലൈറ്റിൽ നമ്മൾ കയറിയാലും നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എത്ര പ്രാവശ്യമാണെങ്കിലും കിട്ടും. പിന്നെ ഇതുമ്പോൾ നിങ്ങൾ ഇൻഡിഗോയോ അല്ലെങ്കിൽ ഖത്തർ എയർവേസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു വിമാനമാണെങ്കിൽ നിങ്ങൾ അതിൽ കയറുമ്പോഴേ നിങ്ങൾക്ക് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മാറ്റമുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. ഇപ്പോൾ വിമാനത്തിൽ കയറുന്ന കാര്യമാണെങ്കിലും ഇറങ്ങുന്ന കാര്യമാണെങ്കിലും രണ്ട് ടിക്കറ്റ് എടുത്ത ആൾക്കാരും സെയിം സംഭവം തന്നെയാണ്, ഒരു മാറ്റമില്ല. ഇൻഡിഗോ കാണിക്കുന്ന ഈ ഒരു കാര്യം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് മോശമാണ്. നിങ്ങൾ കുറച്ചും കൂടെ പ്രൈസ് വാങ്ങിയിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുക, അല്ലാണ്ട് കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുന്നു, കുറച്ച് ആൾക്കാർക്ക് കൊടുക്കുന്നില്ല. അതൊക്കെ വളരെ മോശമാണ്. കൂട്ടുകാരെ, നമ്മളിത് ഖത്തറിൽ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് വന്ന ഒരു ഫ്ലൈറ്റാണ്. അവിടുന്ന് രാവിലെ 8:35 പോരുന്ന ഫ്ലൈറ്റാണ്. ഇവിടെ ഇന്ത്യൻ ടൈമിൽ 3:30 ആകുമ്പോഴത്തേക്ക് എത്തും. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്, ടൈമൊക്കെ നല്ല പക്കയാണ്. അവിടെ നിന്ന് പോയ ടൈമാണെങ്കിലും ഇവിടെ എത്തുന്ന ടൈമാണെങ്കിലും കറക്റ്റാണ്. കുറച്ച് സമയം മുമ്പോട്ടാണെങ്കിലും ഉള്ളൂ, ഒട്ടും താമസിക്കുന്നില്ല. ഈ ഒരു ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലുള്ള സ്റ്റാഫൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല പക്കയാണ്, നീറ്റാണ്. അങ്ങനെ മോശം അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. ഫ്ലൈറ്റിൻ്റെ ഉള്ളാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, അങ്ങനെ കുറ്റം പറയാൻ പാകത്തിന് ഒന്നുമില്ല. ഈ ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഇൻഡിഗോയുടെ സീറ്റും എയർ ഹോസ്റ്റസൊക്കെ ഇൻഡിഗോയാണ്. ബാക്കി പുറമേ നിന്ന് നോക്കുമ്പോൾ ഖത്തർ എയർവേസ് എന്ന് എഴുതിയേക്കുന്നത് കാണാം. അതാണ് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ നമ്മുടെ കേരളത്തിലെ നല്ല മനോഹരമായ കാഴ്ചയൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ കാണുന്നത് പോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ കാണിക്കുന്നുണ്ട് ഓപ്പറേറ്റഡ് ബൈ ഇൻഡിഗോ എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു ഫുഡിൻ്റെ കേസ് ഒഴിച്ച് ഞാൻ നോക്കിയിട്ട് ഇതിനകത്ത് യാതൊരുവിധ മാറ്റമില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് മറ്റൊരു കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിലും അതിൻ്റെ അനുഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. പിന്നെ ഈ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള ക്യാബിൻ ബാഗ് ഉൾപ്പെടെയാണെങ്കിൽ നമ്മൾ ലഗേജിൻ്റെ കൂടെ കയറ്റി വിടുകയാണ് ചെയ്തത്. അതൊന്നും ഒരു കുഴപ്പമില്ല. കൊച്ചിയിൽ വന്നപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ലഗേജ് കിട്ടി. പിന്നെയാണെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി വീട്ടിൽ പോന്നു. ഇൻഡിഗോയിൽ നമ്മൾ 2-3 പ്രാവശ്യം കയറിയിട്ട് ഉണ്ടെങ്കിലും ആദ്യമായാണ് ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ കയറിയത്. അതെന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഫ്ലൈറ്റേ നമ്മുടെ കേരളം അടുക്കാറായപ്പോഴേ നല്ല രീതിയിൽ മഴക്കാറുണ്ടായിരുന്നു, നല്ല മൂടിയ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ KSRTC ബസ്സിലിരിക്കുന്ന പോലെ ഭയങ്കര ചാട്ടമായിരുന്നു, ഭയങ്കര കുരുക്കൊക്കെ ആയിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്തായാലും അത് കുറച്ചുകൂടെ താഴ്ന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. അതാ നമ്മുടെ പെരിയാർ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി വെള്ളമായിട്ട് ഒഴുകിപ്പോവുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയാണ് ഈ പെരിയാർ ഒഴുകുന്നത്. ഞാൻ ചെറുപ്പക്കാലം മുതൽ ഈ പുഴയിൽ പോയി ചാടി കുളിച്ച് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് മാറി നിന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പുഴയിൽ പോയി ചാടി കുളിക്കുന്ന ആ ഒരു സംഭവമാണ് അങ്ങ് മിസ് ചെയ്യുന്നത്. എന്തായാലും അത് നമുക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഡെയിലി പോയി കുളിക്കാം. പിന്നെ മഴക്കാലത്ത് നല്ല കലക്ക വെള്ളമാണ്, ആ സമയത്ത് കുളി നടക്കത്തില്ല, വീട്ടിൽ കുളിക്കും. അല്ലാത്തപ്പോൾ സ്ഥിരം പുഴയിൽ പോയി കുളിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ നീന്തലൊക്കെ പഠിച്ചു, വീടിൻ്റെ താഴെ പുഴ ഉള്ളതുകൊണ്ട് നിങ്ങളെല്ലാവരും നീന്തൽ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓരോ പ്രാവശ്യം നമ്മൾ വിമാനയാത്ര നടത്തുമ്പോഴേ ഓരോ അനുഭവങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ 1-2 കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് വിമാനയാത്ര നമ്മൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നിങ്ങൾക്കേ ഒരു വിമാനയാത്ര നടത്തണമെങ്കിലേ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോകേണ്ടത് സേലം എയർപോർട്ടിലേക്കാണ്, തമിഴ്നാട്ടിലുള്ള. കൊച്ചിയിൽ നിന്ന് സേലം വരെ നിങ്ങൾക്ക് ഒരു 1,500 രൂപ 1,600 രൂപയ്ക്കൊക്കെ മിക്ക സമയത്ത് ടിക്കറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. പണ്ടായിരുന്നെങ്കിൽ 680 രൂപ 630 രൂപ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു റേറ്റിന് കിട്ടുന്നില്ല. നിങ്ങൾക്ക് അതിനകത്ത് പാസ്പോർട്ട് വേണ്ട, ഒന്നും വേണ്ട, ഒരു ID കാർഡ് മാത്രം മതി. ടിക്കറ്റ് എടുക്കുക, പോവുക. തിരിച്ചു വേണമെങ്കിൽ ആ ഫ്ലൈറ്റിൽ തന്നെ വരാം. പക്ഷേ തിരിച്ചു വരുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക്
ട്രെയിൻ വഴി കയറി വരാം. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും കേരളത്തിലെത്തും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഒരു വിമാനയാത്ര നടത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതൊരു നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ സേലത്തേക്ക് പോകുന്നതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും പ്രൈസ് കുറവുള്ളത്. പിന്നെ ചില സമയത്ത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോടൊക്കെ റേറ്റ് കുറവ് കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക. ഈ സേലം യാത്രയൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്തത് ഞാനാണ്. 630 രൂപയുടെ ഫ്ലൈറ്റ്. ആ സമയത്ത് വൻ ചീപ്പ് റേറ്റ് ആയിരുന്നു. പിന്നെ ഒറ്റയടിക്ക് കൂടിയതാണ്. നമ്മളങ്ങനെ വിമാനത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്നാൽ മാത്രമാണ് മര്യാദയ്ക്ക് വീഡിയോ അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയാണെങ്കിൽ ഇതൊരു ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണേ. അതുകൊണ്ട് നമ്മളേ അവസാനം ഇറങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എല്ലാ ആൾക്കാരും ഇടിച്ചിടിച്ച് ഇറങ്ങുകയാണ്. നമുക്ക് വേണ്ട സമയമുണ്ടല്ലോ. ഇതാ ലഗേജ് വന്നിരിക്കുകയാണ്. ലഗേജൊക്കെ നമ്മൾ വന്നത്തേക്കും അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ നമ്മളെടുത്തു. അപ്പോൾ തന്നെ പുറത്തിറങ്ങി പോയി. കസ്റ്റംസിൻ്റെ പരിശോധന ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും നമ്മൾ ഇറങ്ങി വീട്ടിൽ പോന്നു. എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി കമൻറ്റ് ചെയ്ത് അറിയിക്കാം.